നമസ്കാരം. ബി.ജെ.പി. ഒരു അഴിമതി പാർട്ടിയാണെന്നും അഴിമതിക്കാരെ ഒപ്പം കൂട്ടി അധികാരം നിലനിർത്തുകയാണ് ബി.ജെ.പിയുടെ തന്ത്രമെന്നുമുള്ള ആരോപണം ഈ തെരഞ്ഞെടുപ്പ് കാലത്തും സജീവമായി തന്നെയുണ്ട്. ഇന്ന് രാജ്യത്തെ ദിനപത്രങ്ങളിൽ കോൺഗ്രസ് നൽകിയ പരസ്യമാണിത്. അഴിമതിക്കാരെ പാളയത്തിലെത്തിച്ച് വെളുപ്പിച്ചെടുക്കുന്നത് എങ്ങനെയാണ് എന്നതിനെ ഒരു വാഷിംഗ് മെഷീനോട് ഉപമിച്ചുള്ള പരിഹാസം. യഥാർത്ഥത്തിൽ അഴിമതിക്കാർക്ക് ബി.ജെ.പിയിൽ സ്ഥാനമുണ്ടോ? അവരെ ചുവപ്പ് പരവതാനി വിരിച്ച് ബി.ജെ.പിക്കാർ സ്വീകരിക്കുന്നുണ്ടോ? രാജ്യത്തെ പലയിടങ്ങളിൽ പല ഉദാഹരണങ്ങൾ കാണിക്കാനുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. പക്ഷെ ഞാൻ വരുന്നത് മഹാരാഷ്ട്രയിലേക്കാണ്. മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെ സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി എൻ.സി.പിയിലും ശിവസേനയിലും പിളർപ്പുണ്ടാക്കിയെന്ന് ദേവേന്ദ്ര ഫഡ്നാവിസ് മുതിർന്ന ബി.ജെ.പി. നേതാവ് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഈ പിളർപ്പിന് ശേഷം ബി.ജെ.പിക്കൊപ്പം പോയ ഈ നേതാക്കളിൽ പലർക്കും വലിയ അഴിമതി കേസുകൾ ഉണ്ടായിരുന്നു. അജിത് പവാർ ഇപ്പോഴത്തെ ഉപമുഖ്യമന്ത്രിയുടെ പേരിൽ 7000 കോടിയിലധികം രൂപയുടെ ഇറിഗേഷൻ അഴിമതി ഉണ്ടായിരുന്നു. അതിൽ പലതും ഇതിനോടകം എഴുതിത്തള്ളി. പ്രഫുൽ പട്ടേൽ മുതിർന്ന എൻ.സി.പി. നേതാവ് അദ്ദേഹത്തിന് എയർ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് 800 കോടിയിലധികം രൂപയുടെ നഷ്ടമുണ്ടാക്കിയതുമായി ബന്ധപ്പെട്ട ഒരു കേസുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ദിവസം CBI എഴുതിത്തള്ളി. ഏറ്റവും ഒടുവിൽ ഈ സഖ്യത്തോടൊപ്പം ചേർന്ന ബി.ജെ.പിയിൽ ചേർന്ന അശോക് ചവാൻ മുതിർന്ന കോൺഗ്രസ് നേതാവ്, മുൻ മുഖ്യമന്ത്രി, അദ്ദേഹത്തിനെതിരെയും ഇഡിയുടെ അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കേസുകളുടെ ഭാവി എന്താകുമെന്ന് നമുക്ക് കണ്ടറിയാം. അതെന്തായാലും അഴിമതിക്കാരെ ഒപ്പം കൂട്ടുന്നതിനെക്കുറിച്ച് ബി.ജെ.പിയുടെ അഭിപ്രായം എന്തെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ചില പ്രതികരണങ്ങൾ മുന്നോട്ട് വയ്ക്കാം. ഇന്ത്യ ടുഡേയുടെ മുംബൈയിലെ വിഭാഗമായ മുംബൈ തക്ക് കഴിഞ്ഞ ദിവസം ബി.ജെ.പി. നേതാവ് കിരിത് സോമയുമായി ഒരു അഭിമുഖം നടത്തി. ആ അഭിമുഖത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് അഴിമതിക്കാരെ ഭരണഘടനാ പദവികളിൽ കൊണ്ടുവരുന്നത് ശരിയാണോ, പാർട്ടിയിൽ ഇത്തരക്കാരെ സ്വീകരിക്കുന്നത് ശരിയാണോ എന്നൊരു ചോദ്യം ഉയർന്നു. അതിന് കിരിത് സോമയ്യ നൽകിയ മറുപടി ഒന്ന് കേൾക്കാം. नंतर ते लॉजिकल एंडला न्यायचे नाही. दुसरी महत्त्वाची गोष्ट, ज्यांच्याबद्दल आपण मॉरली आणि एथिकली करप्शनच्या चार्जेस लावले, आरोप केले, त्यांना आपल्या सोबत घ्यायचं, आपल्या शेजारी बसवायचं. नुसतं बसवायचं नाही, त्यांना पदं द्यायची, संविधानिक पदं द्यायची आणि अशा पद्धतीनं महाराष्ट्रातल्या लोकांच्या डोळ्यात धुळफेक करायची की बघा आम्ही आता भ्रष्टाचाराच्या विरोधात लढतोय. ह्याला मॉरल करप्शन सुद्धा म्हणतात. प्रश्न असा आहे की तुमचं काय म्हणणं आहे याच्यावर? खूप स्पष्ट आहे. इट वॉज पॉलिटिकल कंपल्सन. नाहीतर शरद पवार आणि उद्धव ठाकरेंनी भाजप संपवलं होतं, विरोधकांना संपवलं होतं. यापुढे भ्रष्टाचार नाही असं भाजपच्या नेत्यांनी निर्णय घेतला आणि तो त्यावेळी एकच विनंती केली होती की झालंय त्यात कॉम्प्रोमाइज करा. രാഷ്ട്രീയ സമ്മർദ്ദം കാരണമാണ് അഴിമതിക്കാരായാലും അവരെ ഒപ്പം കൂട്ടേണ്ടി വരുന്നതെന്നും ഭരണഘടനാ പദവികൾ അവർക്ക് നൽകേണ്ടി വരുന്നതെന്നും കിരിത് സോമയ്യ പറയുന്നു. മറാഠിയിലുള്ള ഈ അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം യൂട്യൂബിൽ ലഭ്യമാണ്. ചില സാഹചര്യങ്ങളിൽ ഇത്തരം കോംപ്രമൈസുകൾ വേണമെന്നതാണ് അദ്ദേഹത്തിന്റെ വാദം. ഈ വാദം കിരിത് സോമയുടെ മാത്രമല്ല, ബി.ജെ.പിയിലെ മറ്റു പലരും പറയുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രതികരണം വന്നത് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന്റെ ഭാഗത്ത് നിന്നാണ്. ടൈംസ് നൗ നടത്തിയ ഒരു പരിപാടിയിൽ അവരോട് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ചു. അഴിമതിക്കാരെ ഒപ്പം കൂട്ടുന്നത് ശരിയാണോ, അവരെയൊക്കെ നിങ്ങൾ സ്വീകരിക്കുമോ എന്ന ചോദ്യത്തിന് നിർമ്മല സീതാരാമൻ നൽകിയ മറുപടി നമുക്കൊന്ന് കേൾക്കാം. So tainted leaders joining your party, no bar. Everybody is welcome. Even they are welcome with a red carpet rolled out for them. As I said, party is open. We welcome everybody. Everybody. Even people who have 9 CBI cases against them. Party is welcoming everybody. എത്ര CBI കേസുകൾ ഉണ്ടായാലും അഴിമതി കേസുകൾ ഉണ്ടായാലും അവരെയൊക്കെ സ്വാഗതം ചെയ്യാൻ തയ്യാറാണ് എന്നാണ് ബി.ജെ.പി. നേതാവ് നിർമ്മല സീതാരാമൻ പറയുന്നത്. ചുരുക്കത്തിൽ ഈ ഒരു പരസ്യത്തിനപ്പുറത്തേക്ക് വരും ദിവസങ്ങളിൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ പ്രചാരണായുധമാക്കാൻ സാധ്യതയുള്ള 2 പ്രതികരണങ്ങളാണ് നിർമ്മല സീതാരാമന്റെയും കിരിത് സോമയ്യയുടേതും.